ഞാൻ ഇന്ന് വന്നത് ഒരു വൈകുന്നേരത്തെ ചായക്കടിയും കൊണ്ടാട്ടോ. വേറൊന്നുമല്ല, നമ്മളെ മുളക് ബജിയാണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും കഴിക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായ മുളക് ബജിയാണ്. ഇതിലൊരു ഫില്ലിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും തയ്യാറാക്കി നോക്കാം. ഇത് നല്ല ബജിമുളക് കിട്ടിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തോളി. ഇനി നമുക്ക് ഇതിൻ്റെ അരികളൊക്കെ കളഞ്ഞെടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, ജസ്റ്റ് ഒരു ലൈൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ അല്ലികളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് മൊത്തത്തിൽ കളഞ്ഞെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ നല്ലോണം ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഫുള്ളായിട്ട് കളഞ്ഞെടുക്കണം. ഒരൊറ്റ നിൻ്റെ ഒഴിവാക്കാതെ കളഞ്ഞെടുക്കണം കേട്ടോ. എന്നാലും മക്കൾക്ക് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കുക. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് എരിവ് കളഞ്ഞെടുക്കാൻ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇനി ഈ മുളകൊക്കെ നമ്മളൊരു 5 മിനിറ്റ് ഇതിൽ കുതിർത്ത് വെക്കാൻ പോവാണ്. ജസ്റ്റ് ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് കോൺഫ്ലവറാണ് ചേർക്കുന്നത്. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ 3/4 കപ്പ് അരിപ്പൊടി ചേർത്തോളൂ കേട്ടോ നിങ്ങൾ. പിന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടി ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കലക്കിയെടുക്കണം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ. നല്ലോണം ഇതാ ഇങ്ങനെ കലക്കിയെടുത്താൽ മതി. പിന്നെ അത് നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 1/2 മുറി തേങ്ങ, 3 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ 1 പച്ചമുളകും, ഒരു 2 തണ്ട് മല്ലിയിൽ, 1 കഷ്ണം പുതിനയിൽ, 1 തണ്ട് കരിവേപ്പില, പുളിയും ചേർത്ത് ഒന്ന് അരച്ചെടുത്തോളിട്ടോ. ഉപ്പും ചേർക്കാൻ മറക്കരുത്. ഇനി നമ്മളിതിന്ന് വെള്ളത്തിൽ നിന്ന് മുളക് എടുക്കുകയാണ്. നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് കയ്യിൽ വെച്ച് അമർത്തി പിഴിഞ്ഞെടുത്തോളി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാത്തത് കൊണ്ട് ഉള്ളിൽ വെള്ളം കയറിക്കും, അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നല്ലോണം ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുത്തോളി കേട്ടോ. ഇപ്പം തന്നെ ഇതിൻ്റെ എരിവ് ഒരു 90% പോയിട്ടുണ്ടാവും കേട്ടോ. തീരെ എരിവുണ്ടാവില്ല മുളകിന്. ഇനി ധൈര്യത്തിൽ നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഉള്ളിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് വളരെ കുറച്ച് മതി. ഇനി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ. അത് ഇനിയിപ്പോൾ മുളകാണ് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. കാരണം ഞാനും മുളക് ബജി ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പണി കിട്ടിയതാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ബീച്ചിൽ പോയിട്ടാട്ടോ കഴിക്കൽ. പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി നമ്മൾ പൊരിക്കുന്ന കുറച്ച് മുന്നേ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മളിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. കാരണം എന്താ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മുളക് മുക്കിയെടുക്കാൻ ഇതാണ് കേട്ടോ കൂടുതൽ എളുപ്പം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുളക് ഇതുപോലെ മുക്കി എടുത്തോളി. മുളകിൻ്റെ എല്ലാ ഭാഗവും നല്ല രീതിക്ക് കവറാവുന്ന രീതിയിൽ എടുക്കണേ. ഇങ്ങനെ മുക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ്, പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും കേട്ടോ. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും നമ്മളെ ബീച്ചിലും ഉണ്ട്. പിന്നെ മാനാഞ്ചിറ ഒരു ചെറിയ തട്ടുകട ഉണ്ട്, അവിടെ നിന്നാണ് ഞാനിത് കൂടുതൽ വാങ്ങി കഴിക്കാറ് കേട്ടോ. മാനാഞ്ചിറ നമ്മളെ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ വളവിൽ നല്ലൊരു തട്ടുകട ഉണ്ട്. ഇപ്പം അവിടെ കാണുന്നില്ല കുറച്ചായിട്ട്. പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ മുളക് ബജി. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടാവും. ആ ചട്നിയും ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സൂപ്പർ ടേസ്റ്റാണ്, തീരെ എരിവുണ്ടാവില്ല. ആ ഫില്ലിങ്ങോട് കൂടി കഴിക്കുമ്പോഴല്ലേ നമ്മളെപ്പോഴും കഴിക്കുന്നതിന്നും മുളക് ബജി നല്ല വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം എപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോയാൽ കഴിക്കൽ, ഇടയ്ക്കൊക്കെ വീട്ടിലും ഇങ്ങനത്തെ ഐറ്റമൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. എന്തായാലും നിങ്ങളിതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ. ഇത് ഏകദേശം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, വല്ലാണ്ട് നിരിഞ്ഞൊന്നും പോണ്ട. എന്നിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ഹൈ ഫ്ലെയിമിലിടരുത്, എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിടരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മളെ ഈ പുറത്തുള്ള ബാറ്ററൊക്കെ അധികം കരിയാതെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മളെ മുളക് ബജിയൊക്കെ നമ്മൾ പൊരിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ പൊതുവെ പുറത്ത് പോയി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് വീട്ടിൽ വന്ന് ട്രൈ ചെയ്യാറുണ്ട്. കൂടുതൽ പേരും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനി ഒരുപാട് പേരിനെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെ തട്ടുകട സ്റ്റൈൽ ഫുഡൊക്കെ ഞങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ചമ്മന്തി ഇതാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്. അതിൻ്റെ റെസിപ്പി ഞങ്ങൾക്ക് പിന്നെ തരുന്നുണ്ട് കേട്ടോ.